ഹലോ ഇപ്പൊ കണ്ട് കാണാം. ഞാൻ പറയണ്ടേ? ആ ഉണ്ട് കേൾക്കുന്നുണ്ട്. സൗണ്ട് കേൾക്കണില്ലേ? നമ്മളെന്താ ഇമ്പോർട്ടന്റ് അടുത്ത മാസം ജനറൽ ഈ ടോപ്പിക് ഭാഗത്ത് വരാൻ ചാൻസ് ഉണ്ട്. എക്സാമിന് അപ്പൊ അതിനെ പഠിക്കാനുണ്ട്. സാധാരണ ഇന്നലെ പറഞ്ഞ പോലെ 8 മാർക്കിന്റെ ക്വസ്റ്റ്യനായിട്ട് വരെ വെച്ച് കണ്ട സാധനമാണ് ഈ എഡിമ. അപ്പൊ എഡിമ സ്ക്രീന് പോയി. ഇപ്പൊ കേൾക്കാൻ സ്ക്രീനും കാണുന്നുണ്ടോ? സ്ക്രീൻ ലോഡ് ആയില്ല. വോയിസ് കേൾക്കണില്ലേ? സ്ക്രീൻ കാണാം. സൗണ്ട് കേൾക്കണ്ടോ? ആ ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ തുടങ്ങട്ടെ. അപ്പൊ നമുക്ക് നോക്കാനുള്ളത് അപ്പോ നമുക്ക് ഫസ്റ്റ് എഫ്യൂഷനെ പറ്റി നോക്കാം. അപ്പൊ എഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ക്യാവിറ്റിയുടെ അകത്ത് അക്യുമുലേറ്റ് ആയി കിടക്കുന്ന ഫ്ലൂയിഡ്സിനാണ് നമ്മൾ എഫ്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഏത് ക്യാവിറ്റിക്കകത്താണോ ഈ ഫ്ലൂയിഡ് കിടക്കുന്നത് നമ്മൾ അതിന്റെ പേര് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ നോക്കുമ്പോൾ ഫ്ലൂയിഡ് എവിടെയാണ്? പെരിട്ടോണിയൽ ക്യാവിറ്റിക്കകത്താണ് ഫ്ലൂയിഡ് കിടക്കണമെങ്കിൽ നമ്മൾ അതിനെ അസൈറ്റ്സ് എന്ന് വിളിക്കും. ഇനി അതല്ല പ്ലൂറൽ ക്യാവിറ്റിക്കകത്താണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ പ്ലൂറൽ എഫ്യൂഷൻ ഓർ ഹൈഡ്രോതൊറാക്സ് എന്നാണ് വിളിക്കുക. ഇനി നമ്മൾ എന്താണ് എഡിമ അല്ലെ എഡിമ എന്ന ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ എഡിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രീ ഫ്ലൂയിഡ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്, ആ സെല്ലുകൾക്കിടയിലുള്ള സ്പേസ്, ആ സ്പേസിൽ കാണപ്പെടുന്ന ഫ്രീ ഫ്ലൂയിഡിനെയാണ് നമ്മൾ എഡിമ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഫ്ലൂയിഡിനെ നമുക്ക് ഒരു പ്ലേസിൽ നിന്നും വേറൊരു പ്ലേസിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇതാണ് എഫ്യൂഷനും എഡിമയും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം. സോ ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. അപ്പോൾ എഡിമ എന്ന് പറഞ്ഞാൽ ബേസിക്കലി 2 ടൈപ്സ് ആണ്. ഒന്ന് ലോക്കലൈസ്ഡ് എഡിമ ഉണ്ടാവും, ഒന്ന് ജനറൽ എഡിമ ഉണ്ടാവും. ഈ ലോക്കലൈസ്ഡ് എഡിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലിംബ് അല്ലെ ഓർഗൻ അവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതാണ് ലിംഫാറ്റിക് എഡിമ, ഇൻഫ്ലമേറ്ററി എഡിമ, അലർജിക് എഡിമ, പൾമണറി എഡിമ ഒക്കെ. ഇനി നമ്മൾ ജനറലൈസ്ഡ് എഡിമ അഥവാ അതിന്റെ വേറെ പേരാണ് അനാസർക്ക ഡ്രോപ്സി. ഈ പേരുകൾ മറക്കാണ്ടെന്ന് ഓർത്ത് വെച്ചു. കാരണം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് 2 ടൈപ്പ് അനാസർക്ക എന്താണെന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരിക. അന്നേരം നമ്മൾ സീനാവരുത്. അപ്പൊ അനാസർക്ക എന്ന് പറയുന്നത് ജനറലൈസ്ഡ് എഡിമ തന്നെയാണ്. സോ ആ എഡിമ എന്ന് വെക്കുന്ന സിസ്റ്റമിക് ആയിട്ടൊരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. സോ ഇങ്ങനത്തെ എഡിമകൾ സാധാരണയായിട്ട് കാണപ്പെടുന്നത് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസിന്റെ അവിടെയാണ്. അതിന്റെ എക്സാമ്പിൾസ് ആണ് റീനൽ എഡിമ, കാർഡിയാക് എഡിമ, ന്യൂട്രീഷണൽ എഡിമ ഒക്കെ. ഇനി നമ്മൾ അതിന്റെ ഫ്ലൂയിഡ് കോമ്പോസിഷൻ വെച്ചിട്ട് എഡിമാറ്റിക് ഫ്ലൂയിഡ് നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ട്രാൻസ്യുഡേറ്റ് ആണോ എക്സുഡേറ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ ട്രാൻസ്യുഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർഡിയാക് എഡിമ, റീനൽ ഡിസീസസിലൊക്കെ കാണപ്പെടുന്ന. എക്സുഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേറ്ററി എഡിമാസിലാണ് ഈ എക്സുഡേറ്റ് ഫ്ലൂയിഡ് ഉണ്ടാവുക. കേൾക്കുന്നില്ല ഞാൻ പറയുന്നൊക്കെ?
ഓക്കെ അല്ലേ? ഈ പൂച്ച കരയണത് ഡിസ്റ്റർബൻസ് വല്ലതും ഉണ്ടോ? ഇല്ല. ഇല്ലല്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ട്രാൻസുഡേറ്റ് എക്സുഡേറ്റ് നമ്മൾ ഡിഫറൻസ് നോക്കാം. അപ്പൊ ട്രാൻസുഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്ലഡ് പ്ലാസ്മ ഫിൽട്രേറ്റ് ആണ്. അതായത് അതിന്റെ എൻഡോത്തീലിയത്തിനൊന്നും പെർമിയബിലിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവില്ല. അപ്പൊ അത് അങ്ങനെ നിൽക്കുന്ന എൻഡോത്തീലിയത്തിന്റെ അകത്ത് കൂടെ ഫിൽട്ടർ ചെയ്ത് വരുന്ന ബ്ലഡ് പ്ലാസ്മയാണ് നമ്മൾ ട്രാൻസുഡേറ്റ് എന്ന് വിളിക്കുക. എക്സുഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാസ്കുലർ പെർമിയബിലിറ്റിയിൽ ചേഞ്ച് വരും. അപ്പൊ ഇൻഫ്ലെയിംഡ് ടിഷ്യൂസിൽ എന്ത് പറ്റും? വാസ്കുലാരിറ്റി കൂടി. അപ്പൊ അങ്ങനെ വരുന്ന ഫ്ലൂയിഡ് ആണ് എക്സുഡേറ്റ്. ഇനി ക്യാരക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് എന്ത് ടൈപ്പ് എഡിമയിലാണ് കാണപ്പെടുക. ഇപ്പൊ ട്രാൻസുഡേറ്റ് എന്ന് പറയുമ്പോൾ നോൺ ഇൻഫ്ലമേറ്ററി എഡിമയിലാണ് കാണുക. എക്സുഡേറ്റ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേറ്ററി എഡിമയിലാണ് കാണുക. ഇനി പ്രോട്ടീൻ കണ്ടന്റ് നോക്കാം. അപ്പൊ നമ്മളവിടെ പറഞ്ഞു ട്രാൻസുഡേറ്റിന്റെ അവിടെ വാസ്കുലർ കമ്പാർട്ട്മെന്റിലൊന്നും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ സെറ്റ് ആണ്. അപ്പൊ അവിടെ നമുക്ക് സാധാരണയായിട്ട് ഫ്ലൂയിഡ് ആയിട്ടുള്ള ഭാഗം, അതായത് ലിക്വിഡ് ആയിട്ടുള്ള ഭാഗം മാത്രം ഉണ്ടാവും. അപ്പൊ പ്രോട്ടീൻ കണ്ടന്റ് ഭയങ്കര കുറവായിരിക്കും. ആൽബുമിൻ, ഫൈബ്രിനോജൻ ഒക്കെ കുറവായതുകൊണ്ട് എന്ത് പറ്റും? കൊയാഗുലേഷൻ ഉള്ള ടെൻഡൻസി ഭയങ്കര കുറവാണ്. ഇനി എക്സുഡേറ്റിന്റെ അവിടെ നമ്മൾ പറഞ്ഞു പെർമിയബിലിറ്റി കൂടിയപ്പോൾ ലിക്വിഡിന്റെ ഒപ്പം പ്രോട്ടീൻസിനും പുറത്തു വരാൻ സാധിച്ചു. അങ്ങനെ ഉള്ളത് കൊണ്ട് അവിടെ ആൽബുമിൻ, ഫൈബ്രിനോജൻ കണ്ടന്റ് ഒക്കെ കൂടുതലാണ്. സോ എക്സുഡേറ്റ്സിന് ക്ലോട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ഗ്ലൂക്കോസ് കണ്ടന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രാൻസുഡേറ്റിന്റെ ഗ്ലൂക്കോസ് കണ്ടന്റ് പ്ലാസ്മയുടെ സെയിം ആയിരിക്കും, എക്സുഡേറ്റിന് കുറച്ച് കുറവാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ട്രാൻസുഡേറ്റിന് കുറവും എക്സുഡേറ്റ്സിന് കൂടുതലാണ്. pH നോക്കുമ്പോഴത്തേക്കും ട്രാൻസുഡേറ്റ്സിൻ്റെത് മോർ ദാൻ 7.3യും എക്സുഡേറ്റ്സ് ലെസ് ദാൻ 7.3യും. ഇനി LDH ലെവൽസ് നമ്മൾ നോക്കുമ്പോൾ ട്രാൻസുഡേറ്റ്സിൽ ലോ LDHും എക്സുഡേറ്റ്സിൽ ഹൈ LDHും. ഇനി എഫ്യൂഷൻ LDH സീറം LDH റേഷ്യോ അത് നോക്കുകയാണെങ്കിൽ ട്രാൻസുഡേറ്റ്സിൻ്റെത് 0.6%, കുറവും മറ്റവർക്ക് എക്സുഡേറ്റ്സിന് 0.6 കൂടുതലായിരിക്കും. ഇനി നമ്മൾ അതിന്റെ സെൽസ് എന്തൊക്കെയാ, ഫ്ലൂയിഡിൽ കാണപ്പെടുന്ന സെൽസ് എന്തൊക്കെയാ നോക്കുമ്പോൾ ട്രാൻസുഡേറ്റിൽ വളരെ കുറച്ച് ഫ്ലൂയിഡ്സ് ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് മിസോത്തീരിയൽ സെൽസും സെല്ലുലാർ ഡെബ്രിയും ആയിരിക്കും. മറ്റിടത്താണെങ്കിൽ ഇൻഫ്ലമേറ്ററി സെൽസ്, പാരൻകൈമൽ സെൽസ് ഒക്കെ കാണാൻ പറ്റും. ഇനി ട്രാൻസുഡേറ്റ് ഫ്ലൂയിഡ് എവിടെയാണ് കാണപ്പെടുക? കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയറിന്റെ എഡിമ. എക്സുഡേറ്റ് എന്ന് പറയുന്നത് പുരുലന്റ് എക്സുഡേറ്റ്സ്, ആ പസ് അങ്ങനെയുള്ള സാധനത്തൊക്കെ നമ്മൾ എക്സുഡേറ്റ് കാണപ്പെടുക. ഇത് ഓക്കെ അല്ലേ? ഇത് കാണാണ്ട് പഠിച്ചു വെക്കേണ്ടി വരും. ഒരു 2 മാർക്ക് 3 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു സാധനമാണ് ഈ ട്രാൻസുഡേറ്റ് എക്സുഡേറ്റ് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി പാത്തോജനസിസ്. അപ്പൊ എന്തുകൊണ്ട് എഡിമ ഉണ്ടാകുന്നു? അപ്പൊ എഡിമ ഉണ്ടാവാനായിട്ട് നമ്മൾ 6 റീസൺസ് ആണ് പറയാ. 1, ഡിക്രീസ്ഡ് പ്ലാസ്മ ഓൺകോട്ടിക് പ്രഷർ. 2, ഇൻക്രീസ്ഡ് കാപ്പിലറി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, ലിംഫാറ്റിക് ഒബ്സ്ട്രക്ഷൻ, ടിഷ്യൂ ഫാക്ടേഴ്സ്, അതായത് ഇൻക്രീസ്ഡ് ഓൺകോട്ടിക് പ്രഷർ ഓഫ് ദി ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് ആൻഡ് ഡിക്രീസ്ഡ് ടിഷ്യൂ ടെൻഷൻ, ഇൻക്രീസ്ഡ് കാപ്പിലറി പെർമിയബിലിറ്റി, സോഡിയം ആൻഡ് വാട്ടർ റിട്ടൻഷൻ. അപ്പൊ ഈ 6 ഫാക്ടേഴ്സ് ആണ് എഡിമേനെ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫാക്ടറിലേക്ക് പോകാം. അപ്പൊ നമ്മൾ പറഞ്ഞു പ്ലാസ്മ ഓൺകോട്ടിക് പ്രഷർ. അപ്പൊ ആ പ്ലാസ്മ ഓൺകോട്ടിക് പ്രഷറിന്റെ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പ്ലാസ്മയിലേക്ക് ഫ്ലൂയിഡിനെ വലിക്കുന്നത്, അതായത് പ്ലാസ്മയ്ക്ക് ഉള്ളിലേക്ക് ഫ്ലൂയിഡിനെ എടുക്കുന്ന ഒരു ഇൻവേർട്ട് ഫോഴ്സ് ആണ് പ്ലാസ്മ ഓൺകോട്ടിക് പ്രഷർ. എന്തെങ്കിലും ഒരു കാരണവശാൽ ഈ ഓൺകോട്ടിക് പ്രഷർ കുറയുകയാണെങ്കിൽ അവിടെ നമുക്ക് എഡിമ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പൊ ഇനി എവിടെയൊക്കെയാണ് നമുക്ക് ഈ ഡിക്രീസ് പ്ലാസ്മ ഓൺകോട്ടിക് പ്രഷർ കാണപ്പെടുക എന്നുള്ളത്? അപ്പൊ അത് ഹൈപ്പോപ്രോട്ടീനീമിയ, മെയിൻ ആയിട്ട് ആൽബുമിൻ ആയിരിക്കും കുറവ്. അപ്പോൾ അങ്ങനെ ആൽബുമിൻ ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓൺകോട്ടിക് പ്രഷറിന് എന്ത് പറ്റില്ല? ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഒരു ഔട്ട്വേർഡ് ഫോഴ്സ് ആയതുകൊണ്ട് ഫ്ലൂയിഡ് പ്ലാസ്മയിൽ നിന്നും ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലേക്ക് പോയി എഡിമ കോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇനി അതിന്റെ എക്സാമ്പിൾസ് യൂഷ്വലി നമ്മൾ ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? അപ്പൊ റീനൽ ഡിസീസസ്, അതായത് നെഫ്രൈറ്റിക് സിൻഡ്രംസ്, അതേപോലെ അസൈറ്റ്സ് ഓഫ് ലിവർ, സിറോസിസ് ഓഫ് ലിവർ, പിന്നെ അതർ ഹൈപ്പോപ്രോട്ടീനിയ ഉണ്ടാവുന്ന കണ്ടീഷൻസ്, അതായത്
പ്രോട്ടീൻ ലോസിങ് എൻട്രോപ്പതിയൊക്കെ. അപ്പൊ എവിടെ പ്രോട്ടീൻ എങ്ങനെയെങ്കിലും പ്രോട്ടീൻ കണ്ടന്റ് കുറയുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് എഡിമ ഉണ്ടാകും. അപ്പൊ അത് ഈ ഡിക്രീസ് പ്ലാസ്മ ഓങ്കോട്ടിക് പ്രഷറിന് കാരണം കൊണ്ടാണ്. ഇതൊക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇൻക്രീസ് കാപ്പിലറി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. അപ്പൊ ഇനി കാപ്പിലറി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഞാൻ ഇന്നലെ പറഞ്ഞു, വെനിലാർ എൻഡിലെ ആവറേജ് കാപ്പിലറി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവാണ്. യൂഷ്വലി ഒരു 12 mmHg ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ പ്ലാസ്മ ഓങ്കോട്ടിക് പ്രഷർ അവിടെ സാധാരണ വെനിലാർ എൻഡിൽ കുറച്ച് കൂടുതലായിരിക്കും. ഇനി എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, എന്തോ ഒരു കാരണമാകാം, അത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് കാപ്പിലറി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ വെനിലാർ എൻഡിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഫ്ലൂയിഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതായത് പ്ലാസ്മയിൽ നിന്നും ഫ്ലൂയിഡ് ഇൻഡസ്ട്രീഷ്യത്തിലേക്ക് പോയി എഡിമ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ അത്തരത്തിലുള്ള എഡിമ എവിടെയൊക്കെ കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള എഡിമ നമ്മൾ കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയർ, അതായത് കാർഡിയാക് ഡിസീസസ്, കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയർ, കൺസ്ട്രക്റ്റീവ് പെരികാർഡൈറ്റിസ്. അപ്പൊ കൺസ്ട്രിക്ഷൻ അല്ലെങ്കിൽ കൺജഷൻ ഒക്കെ വരുന്ന സമയത്ത് അവിടുത്തെ ഈ കാപ്പിലറീസിലെ പ്രഷർ നല്ല ഹൈ ആവും. അപ്പൊ വെനിലാർ എൻഡിലെ പ്രഷർ എന്താണെങ്കിലും ഓട്ടോമാറ്റിക്കലി ഹൈ ആവും. അപ്പൊ അത് നമ്മുടെ പ്ലാസ്മ ഓങ്കോട്ടിക് പ്രഷർ നോർമലായി നിൽക്കുക, അതിന്റെ മേലെ പോവും. അതുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടാവുക. പിന്നെ അസൈറ്റ്സ് ഓഫ് ലിവർ സിറോസിസ്, പിന്നെ പാസീവ് കൺജഷൻ, അതായത് മെക്കാനിക്കൽ ഒബ്സ്ട്രക്ഷൻ ഡ്യൂ ടു വെയിൻസിൽ, അതായത് ലോവർ ലെഗ് വെരിക്കോസിറ്റീസ്, അതേപോലെ പ്രഗ്നന്റ് യൂട്രസ്, അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ കൺജഷൻ വരും. അത് വെയിറ്റ് കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ പല മെക്കാനിക്കൽ റീസൺസ് കൊണ്ടോ ഒക്കെ ആ കൺജഷൻ വരുന്നുണ്ട്. ഇനി പോസ്റ്ററൽ എഡിമ. പോസ്റ്ററൽ എഡിമ എന്ന് പറയുമ്പോൾ ഒരുപാട് നേരം നിൽക്കുന്ന ആൾക്കാർക്കാണ് യൂഷ്വലി ഇത് കാണപ്പെടുക. അപ്പൊ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അവിടെ വീനസ് ട്രാൻസിയന്റ് എഡിമ ഫീറ്റ് ആംഗിൾസിലൊക്കെയാണ് കാണപ്പെടുക. വീനസ് പ്രഷർ ഇൻക്രീസ് ആവും. അപ്പൊ കുറെ നേരം നിൽക്കുന്ന ആൾക്കാർ, അതായത് നമ്മുടെ ട്രാഫിക് പോലീസ് കോൺസ്റ്റബിൾസ്, നഴ്സസ്, ടീച്ചേഴ്സിലൊക്കെയാണ് യൂഷ്വലി ഇത് കാണപ്പെടുക. ഇനി അടുത്തത് തേർഡ് റീസൺ എന്ന് പറഞ്ഞാൽ ലിംഫാറ്റിക് ഒബ്സ്ട്രക്ഷൻ ആണ്. ഇനി യൂഷ്വലി എന്താ പറ്റുക പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ കുറച്ച് ഫ്ലൂയിഡ് ഒക്കെ പ്ലാസ്മയെന്ന് എന്തായാലും ഇപ്പൊ കുറച്ച് ചാടിന്ന് വിചാരിച്ചു. അപ്പൊ അതിനെ ഡ്രെയിൻ ചെയ്യാനാണ് നമുക്ക് ലിംഫാറ്റിക്സ് ഉള്ളത്. അപ്പൊ ലിംഫാറ്റിക് ചാനൽസ് വഴിയാണ് സാധനങ്ങൾ പോയി വീണ്ടും വെയിൻസിലേക്ക് എത്തി സർക്കുലേഷനിൽ തന്നെ കൊണ്ടുപോവുക. അപ്പൊ ഈ ലിംഫാറ്റിക് ചാനൽസിന് എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുന്ന കണ്ടീഷനിൽ നമുക്ക് എഡിമ ഉണ്ടാകാം. അപ്പൊ അതിനാണ് അപ്പൊ ആ റീസൺസ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന എഡിമകൾ എപ്പോഴും ലോക്കലൈസ്ഡ് എഡിമാസ് ആയിരിക്കും. അപ്പൊ ആ ലിംഫാറ്റിക്സിന്റെ ഒബ്സ്ട്രക്ഷൻ കൊണ്ട് ഉണ്ടാകുന്ന എഡിമയെ നമ്മൾ ലിംഫ് എഡിമ എന്ന് വിളിക്കും. ഇനി ലിംഫ് എഡിമാസ് നമുക്ക് എവിടെയൊക്കെ കാണപ്പെടുന്നു എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് ആക്സിലറി ലിംഫ് നോട്ട്സ്, അതായത് നമ്മുടെ മാസ്റ്റെക്ടമി അങ്ങനെയുള്ള കണ്ടീഷൻ ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മളെ ആക്സിലറി ലിംഫ് നോട്ട്സ് റിമൂവ് ചെയ്യേണ്ടി വരും. ബ്രസ്റ്റ് ക്യാൻസറിന്റെ സമയത്ത് നമ്മൾ ആക്സിലറി ലിംഫ് നോട്ട്സ് അങ്ങനെ റിമൂവ് ചെയ്ത് കളയുന്ന കണ്ടീഷൻ വരികയാണെങ്കിൽ അത് ആ കയ്യില് ഏത് കയ്യിലെ ആക്സിലറി ലിംഫ് നോഡാണ് കളഞ്ഞത് അവിടെ എഡിമ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പ്രഷർ ഫ്രം അതായത് നമ്മുടെ അബ്ഡോമിനൽ അല്ലെങ്കിൽ തൊറാസിക് ഡക്റ്റുകളിലേക്ക് ഒരു ഔട്ട്സൈഡ് പ്രഷർ വരുന്നുണ്ടെങ്കിൽ, അതായത് ട്യൂമറോ അല്ലെങ്കിൽ പിന്നെ സീറസ് ക്യാവിറ്റിയിലെ ഇതോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുണ്ടെങ്കിൽ അവിടെ ലിംഫെഡിമ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ എന്ത് പറ്റുന്ന പറഞ്ഞാൽ പ്രഷർ ഒരുപാട് അല്ലെ ഒബ്സ്ട്രക്ഷൻ ഒരുപാട് കൂടി പ്രഷർ ഒരുപാട് ആകുമ്പോഴത്തേക്കും ചിലപ്പോ ഇവന്മാരെ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്റ്റ് ചെയ്യും. ഈ അവിടെയുള്ള മെയിൻ ലിംഫാറ്റിക് ചാനൽസ് ബേസ്റ്റ് ചെയ്തിട്ട് കയ്യിലിനെ പ്ലൂറൽ ക്യാവിറ്റിയിലേക്കും പെരിട്ടോണൽ ക്യാവിറ്റിയിലൊക്കെ കളയും. അപ്പൊ പ്ലൂറൽ ക്യാവിറ്റിയിൽ കയ്യിൽ കയറി കഴിഞ്ഞാൽ കൈലോ തൊറാക്സ് എന്ന് വിളിക്കും. ഇനി അതേപോലെ തന്നെ ഫൈലേറിയാസിസിലൊക്കെ ലിംഫാറ്റിക്സിന്റെ ഇൻഫ്ലമേഷൻ ഉണ്ട്. ഊച്ചറേറ്, ബാൻക്രോഫ്റ്റി, മോച്ചറേറ്, മലായ പഠിച്ചതാണ്. അപ്പൊ എൽഫന്റിയാസിസിന്റെ കണ്ടീഷൻസിലൊക്കെ നമുക്ക്, പക്ഷെ ഇവിടെ കാണപ്പെടുന്ന എഡിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോൺ പിറ്റിംഗ് എഡിമ ആയിരിക്കും. അപ്പൊ അത് എന്താണ്, സ്ക്രോട്ടത്തിലും ലെഗ്സിലൊക്കെയാണ് യൂഷ്വലി ഇത് കാണപ്പെടുക. ഇനി മാലിഗ്നന്റ് സെൽസ്, അപ്പൊ എന്തെങ്കിലും മാലിഗ്നന്റ് കണ്ടീഷൻസ് ഉണ്ടാകുമ്പോൾ ഈ സെൽസ് മെറ്റസ്റ്റാസിസ് നടന്നിട്ട് അവിടെ എവിടെയെങ്കിലും വന്ന് കയറിയിട്ട് ലിംഫാറ്റിക് ചാനൽസിനെ ഒബ്സ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലിംഫെഡിമ ഉണ്ടാവും. പിന്നെ മെൽറോയ്സ് ഡിസീസ് അല്ലെങ്കിൽ ഹെറിഡിറ്ററി ലിംഫെഡിമ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ഹെറിഡിറ്ററി കണ്ടീഷൻ ആണ്, ഒരു ഫാമിലി റൺ ചെയ്യുന്ന സാധനമാണ്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്നോർമൽ ലിംഫാറ്റിക്സ്, അതായത് ലിംഫാറ്റിക് ചാനൽസിന്റെ ഡെവലപ്മെന്റിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടാകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന
ഒരു ലിംഫെഡിമയാണ് ഈ മിൽറോയ്സ് ഡിസീസ് അഥവാ ഹെറിഡിറ്ററി ലിംഫെഡിമ. സോ യൂഷ്വലി ഇത് ഒന്നല്ലെങ്കിൽ ചിലപ്പോൾ 2 ലിംസിന് ചില ഫാമിലിയിലെ ചില കണ്ടീഷൻസിൽ ഒരു കുടുംബത്തിലാണെങ്കിൽ ആൾക്കാർക്ക് ഒരു കാലിലുണ്ടാവുള്ളൂ, ചില കുടുംബത്തിൽ വന്ന ആൾക്കാർക്ക് 2 കാലിലുണ്ടാവും. അപ്പൊ അങ്ങനെ 2 ലിംസ്, കാല് കൈ എന്തോ. അപ്പൊ ഇത് മനസ്സിലായില്ലേ ലിംഫാറ്റിക് ഒബ്സ്ട്രക്ഷൻ കൊണ്ടുണ്ടാവുന്ന എഡിമ? ഒന്നുകൂടെ പറയണോ? ഓക്കെ അല്ലേ? ഇനി അടുത്തത് ടിഷ്യൂ ഫാക്ടർ. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ ആക്ട് ചെയ്യുന്ന 2 ഫോഴ്സസ് ആണ് ഓങ്കോട്ടിക് പ്രഷർ ഓഫ് ദി ഇൻഡസ്ട്രീഷ്യൽ സ്പേസും ടിഷ്യൂ ടെൻഷൻ. ടിഷ്യൂ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാണപ്പെടുന്ന ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിനാണ് അവർ ടിഷ്യൂ ടെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും യൂഷ്വലി നല്ല ചെറു സാധനങ്ങളാണ്. അവന്മാര് നമ്മുടെ പ്ലാസ്മ ഓങ്കോട്ടിക് പ്രഷറിനെ കാപ്പിലറി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിനെ ഒന്നും കൗണ്ടർ ആക്ട് ചെയ്യാൻ കഴിവില്ലാത്ത സാധനങ്ങളാണ്. പക്ഷെ ചില കണ്ടീഷനിൽ ഈ ടിഷ്യൂ ഫാക്ടേഴ്സ് അല്ലെ അത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെയും എഡിമ സംഭവിക്കാം. അപ്പൊ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ചില കണ്ടീഷൻസ് നമുക്ക് ഈ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിന്റെ ഓങ്കോട്ടിക് പ്രഷർ കൂടാ, അല്ലെങ്കിൽ ചില കണ്ടീഷൻസ് ടിഷ്യൂ ടെൻഷൻ കൂടാ. അപ്പൊ അങ്ങനെയൊക്കെ ടെൻഷനും പ്രഷറൊക്കെ കൂടുന്ന സമയത്ത് എന്ത് പറ്റും? ഒരു എഡിമ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് ടിഷ്യൂ ഫാക്ടറിന് കാരണം ഉണ്ടാവുന്ന എഡിമ. നമുക്ക് എവിടെയൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഈ ഓങ്കോട്ടിക് പ്രഷറിന്റെ എലിവേഷൻ അത് നമ്മൾ വാസ്കുലർ പെർമിബിലിറ്റി കൂടുക, അല്ലെങ്കിൽ ഇന്നഡിക്കേറ്റ് റിമൂവൽ ഓഫ് പ്രോട്ടീൻ, അതായത് ലിംഫാറ്റിക്സ് പ്രോട്ടീൻ മര്യാദയ്ക്ക് കളഞ്ഞില്ല, അപ്പൊ അങ്ങനെ ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ലിംഫാറ്റിക്സിലൊക്കെ കുറെ പ്രോട്ടീൻസ് ഒക്കെ കിടക്കുക. അപ്പൊ അങ്ങനെയാണെന്നൊക്കെ ഒരു കണ്ടീഷൻ വരുമ്പോഴത്തേക്കും ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിലെ ഓങ്കോട്ടിക് പ്രഷർ കൂടി, അപ്പൊ അവിടേക്ക് എഡിമ ഉണ്ടാകും. ഫ്ലൂയിഡ് ഡ്രോൺ ആയിട്ട് അവിടെ എഡിമ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ടിഷ്യൂ ടെൻഷൻ കുറയുന്ന സ്ഥലം, അതായത് ലൂസ് സബ്ക്യൂട്ടീനിയസ് ടിഷ്യൂ, നമ്മുടെ ഐലിഡ്സ്, എക്സ്റ്റേണൽ ജെനിറ്റേലിയയുടെ അവിടെയൊക്കെ ഈ എഡിമ വരാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. ഇതൊക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് ഇൻക്രീസ് കാപ്പിലറി പെർമിബിലിറ്റി. അപ്പൊ ഇത്രയും നേരം നമ്മള് കാപ്പിലറി മെംബ്രെയിന് പ്രത്യേകിച്ച് സീനൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഓക്കെ, അത് ജസ്റ്റ് ആ ഉള്ളിലുള്ള കണ്ടൻസിന്റെ പ്രശ്നങ്ങളായിരുന്നു നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി കാപ്പിലറി മെംബ്രെയിന് പെർമിയബിലിറ്റിയിൽ വ്യത്യാസം വരുമ്പോൾ, അപ്പൊ ചില കാപ്പിലറി പോയ്സ്, ടോക്സിൻസോ, അതായത് ചില ടോക്സിൻസ് അല്ലെ ടോക്സിൻസ് കൊണ്ട് ഉണ്ടാവുന്ന പ്രോഡക്ട്സ്, അതായത് ഹിസ്റ്റമിൻ അല്ലെങ്കിൽ അനോക്സിയ, വെനംസ്, ചില ഡ്രഗ്സ്, കെമിക്കൽസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ കാപ്പിലറീസിൽ കയറുമ്പോഴത്തേക്കും കാപ്പിലറീസിന് ഇഞ്ചേർഡ് ആവും. അങ്ങനെ ഇഞ്ചറി ഉണ്ടാവുന്ന ഒരു കണ്ടീഷനിൽ കാപ്പിലറീസിന്റെ പെർമിയബിലിറ്റി കൂടുകയും അവിടെ നിന്നും പ്ലാസ്മ പ്രോട്ടീൻസിനും മറ്റും ഇൻഡസ്ട്രീഷ്യത്തിലേക്ക് പോകാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, മനസ്സിലായോ? എന്താണ് ഇൻക്രീസ് കാപ്പിലറി പെർമിയബിലിറ്റി കൊണ്ട് ഉദ്ദേശിച്ചുള്ളത്? അതായത് എന്തെങ്കിലും ഒരു ഡാമേജ്, അതൊരു ടോക്സിൻ കൊണ്ടോ ആകാം, അല്ലെങ്കിൽ ഒരു വെനം ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും അനോക്സിയ പോലത്തെ കണ്ടീഷൻ, ഡ്രഗ്സ്, കെമിക്കൽസ്, എന്തോ ആയിക്കോട്ടെ, ആ സാധനങ്ങൾ നമ്മുടെ കാപ്പിലറിയിൽ കയറുകയും അവിടുത്തെ നമ്മുടെ എൻഡോത്തീലിയൽ വോളിനെ ഡിസ്റപ്റ്റ് ചെയ്യുക, അതുവഴി ഡിസ്റപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാക്കുക, അതുവഴി പ്രോട്ടീൻസ് മുതലായ വസ്തുക്കൾ കാപ്പിലറിയിൽ നിന്നും ഇൻഡസ്ട്രീഷ്യത്തിൽ എത്തുകയും അവിടുത്തെ പ്രഷർ കൂട്ടുക, അങ്ങനെ ഇവിടുന്ന് ഫ്ലൂയിഡ് ഇൻഡസ്ട്രീഷ്യത്തിലേക്ക് പോവുക. അപ്പൊ അതാണ് ഈ ഇൻക്രീസ് കാപ്പിലറി പെർമിബിലിറ്റി വഴി എഡിമ ഉണ്ടാവുന്നത്. ഇനി എങ്ങനെയാണെന്ന്, അപ്പൊ ഇതുവഴി ജനറലൈസ്ഡ് എഡിമാസ് ഉണ്ടാവും, ലോക്കലൈസ്ഡ് എഡിമാസ് ഉണ്ടാവും. അപ്പൊ ജനറലൈസ്ഡ് എഡിമ എന്ന് പറയുമ്പോൾ സിസ്റ്റമിക് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പോയിസണിങ്, ഡ്രഗ്സ്, കെമിക്കൽ, പിന്നെ അതേപോലെ അനഫിലാറ്റിക് റിയാക്ഷൻസിലൊക്കെ കാണപ്പെടുന്ന എഡിമ ഒക്കെ ജനറലൈസ്ഡ് എഡിമാസ് ആയിരിക്കും. ഇനി ലോക്കലൈസ്ഡ് എഡിമാസ് 2 തരത്തിലാണ് വരുന്നത്. ഇൻഫ്ലമേറ്ററി ഉണ്ട്, ആൻജിയോ ന്യൂറോട്ടിക് ഉണ്ട്. അപ്പൊ ഈ ഇൻഫ്ലമേറ്ററി എഡിമ എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഫെക്ഷൻസ്, അലർജിക് റിയാക്ഷൻസ്, അതുപോലെ ഇൻസെക്ട് ബൈറ്റ്, ഇറിറ്റന്റ് ഡ്രഗ്സ്, അതൊക്കെ. അപ്പൊ ഇൻഫ്ലമേറ്ററി നമ്മൾ നേരത്തെ പറഞ്ഞ എപ്പോഴും എന്തായിരിക്കും? ഫ്ലൂയിഡിന്റെ നേച്ചർ എന്താണ്? അവിടെ ഫ്ലൂയിഡ് എക്സ്യുഡേറ്റ് ആയിരിക്കും. ഇനി ആൻജിയോ ന്യൂറോട്ടിക് എഡിമ അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും അത് ലോക്കലൈസ് അക്യൂട്ട് അറ്റാക്ക് ഓഫ് ലോക്കലൈസ്, അതായത് പെട്ടെന്ന് ഒരു ലോക്കലൈസ് എഡിമ ഉണ്ടാവുകയാണ്. അത് സ്കിന്നോ, ഫേസ്, അതായത് ഫേസ്, ട്രങ്ക്, നമ്മുടെ ലിപ്സിൽ, ലാരിങ്സ്, ഫാരിങ്സ് ഒക്കെ. അപ്പൊ അത് എന്തെങ്കിലും ഒരു ന്യൂറോളജിക്കലോ അല്ലെങ്കിൽ ഒരു അലർജിക്, അപ്പൊ എന്തെങ്കിലും ഒരു അലർജി അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ കണ്ടീഷൻ ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിന്റെ അവിടുത്തെ സ്കിന്നില്, ട്രങ്കില്, നമ്മുടെ ലിപ്സ്, ലാരിങ്സ്, ഫാരിങ്സ്, ലങ്സ്, അങ്ങനെയുള്ള സ്ഥലത്ത്
പെട്ടെന്നൊരു സഡൻ ഒരു അക്യൂട്ട് അറ്റാക്ക് ഓഫ് എഡിമ ഉണ്ടാവുക, ലോക്കലൈസ് എഡിമ. ഓക്കെ, ക്ലീൻ അല്ലേ? ഹലോ, കേക്കുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി അടുത്ത ലാസ്റ്റ് റീസൺ എന്ന് പറയുമ്പോൾ സോഡിയം ആൻഡ് വാട്ടർ റിട്ടൻഷൻ ആണ്. അപ്പൊ സോഡിയം ആൻഡ് വാട്ടർ റിട്ടൻഷന് 3 മെക്കാനിസംസ് ആണ്. ഓക്കെ, ഒന്ന് എക്സ്ട്രാ റീനൽ ഹോർമോൺസ് ആകാം, അല്ലെങ്കിൽ റീനൽ ഇൻട്രിൻസിക് റീനൽ, അതായത് കിഡ്നിക്ക് അകത്ത് തന്നെ എന്തെങ്കിലും സീനാകാം, അല്ലെങ്കിൽ ADH മെക്കാനിസം ആകാം. അപ്പോ ഇതൊക്കെ ഉണ്ടാവുന്ന എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൈപ്പോവോളീമിയ ഉണ്ടായി. അപ്പൊ നമുക്ക് എക്സ്ട്രാ റീനൽ ഹോർമോൺസിന്റെ കാര്യം ആദ്യം പറയാം. ഓക്കെ, അപ്പൊ ഇപ്പോ നമ്മൾ റീസൺ എഴുതുമ്പോഴത്തേക്കും ഈ ഒരു ഡയഗ്രാം വരച്ചു വെച്ചാൽ തന്നെ സഫീഷ്യന്റ് ആണ് ആൻസർ. എന്നിട്ട് ജസ്റ്റ് എക്സാമ്പിൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താണ് ഇൻട്രിൻസിക് റീനൽ മെക്കാനിസം പറയാം. ഉദാഹരണത്തിന് സിവിയർ ആയിട്ട് ഹെമറേജ് ഉണ്ടായി. അപ്പൊ ഹെമറേജ് ഉണ്ടായപ്പോ ഹൈപ്പോവോളീമിയ ഉണ്ടായി. ഹൈപ്പോവോളീമിയ ഉണ്ടായപ്പോ എന്ത് പറ്റി? നമ്മുടെ ബാരോ റിസപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്ത്. അപ്പൊ ബാരോ റിസപ്റ്റേഴ്സിന് നമ്മുടെ കരോട്ടിഡ് സൈനസ്, അയോട്ടിക് ആർച്ച് ഒക്കെ, അവിടുന്ന് ഇമ്പൾസസ് വാസോ മോട്ടോർ സെന്ററിലേക്ക് പോയി. അവിടുന്ന് സിമ്പത്തറ്റിക് ഔട്ട്ഫ്ലോ ഉണ്ടായി. അവിടെ എന്ത് പറ്റി? സിമ്പത്തറ്റിക് ഔട്ട്ഫ്ലോ ഉണ്ടായപ്പോഴത്തേക്കും അവിടത്തേക്കുള്ള റീനൽ വെസൽസിൽ ഇഷീമിയ ഉണ്ടായി. ആ ഇഷീമിയ ഉണ്ടാവുന്ന സമയത്ത് എന്ത് പറ്റി? GFR കുറഞ്ഞു. GFR കുറഞ്ഞപ്പോ സോഡിയത്തിന്റെ എക്സ്ക്രീഷൻ കുറഞ്ഞു. സോഡിയം ആൻഡ് വാട്ടർ റിട്ടൻഷൻ ഉണ്ടായി. അത് ബ്ലഡ് പ്രഷറിനെ എഡിമേനെയും കൂട്ടി. ഓക്കെ, മനസ്സിലായോ? നമ്മൾ ഫിസിയോളജിയിൽ പഠിച്ചതാ കഴിഞ്ഞല്ലോ ഈ സംഭവമൊക്കെ. ഹൈപ്പോവോളീമിയ ഉണ്ടാവുമ്പോൾ നമ്മൾ ബ്ലഡ് പ്രഷർ കൂട്ടണത് അതിന്റെ മെക്കാനിസം പോലെയാണ് ഏകദേശം ഇത്. മനസ്സിലായോ? ഇത് ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാതെ, ഇൻട്രിൻസിക് റീനൽ മെക്കാനിസം വഴി, അതായത് എന്താ വെച്ചാൽ പറഞ്ഞാൽ ഒരു ഹെമറേജ് ഉണ്ടായി. ഹെമറേജ് ഉണ്ടപ്പോൾ കുറെ ബ്ലഡ് ലോസ്റ്റ് ആയി. അപ്പോ കുറെ ബ്ലഡ് ലോസ്റ്റ് ആയ അപ്പം ഒരുപാട് ബ്ലഡ് ലോസ് ആയി. അപ്പൊ ബ്ലഡ് ലോസ് ആയപ്പോ ഹൈപ്പോളീമിയ ഉണ്ടായി. ഹൈപ്പോളീമിയ ഉണ്ടാവുന്ന പറഞ്ഞപ്പോൾ അവിടുന്ന് ഇമ്പൾസസ് ബാരോ റിസപ്റ്റേഴ്സിലേക്ക് എത്തി. അപ്പൊ ബാരോ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റഡ് ആയി. അപ്പൊ അവിടുന്ന് ഇമ്പൾസസ് വാസോമോട്ടർ സെന്ററിൽ എത്തി. വാസോമോട്ടർ സെന്ററിൽ എത്തിയപ്പോൾ സിമ്പത്തറ്റിക് ഔട്ട്ഫ്ലോ കൂടി. അവിടുന്ന് എന്ത് പറ്റി? ആ സിമ്പത്തറ്റിക് ഔട്ട്ഫ്ലോ കൂടുന്നതുകൊണ്ട് റീനൽ വെസൽസിൽ ഇഷീമിയ ഉണ്ടായി. ആ ഇഷീമിയ കാരണം എന്തായി? ഇഷീമിയ എന്ന് പറഞ്ഞാൽ അവിടെ വാസോ കൺസ്ട്രക്ഷൻ ഒക്കെ ഉണ്ടായിട്ട് അവിടെ ഇഷീമിയ ഉണ്ടാവുന്നു. ഇഷീമിയ ഉണ്ടാവുന്നത് അവിടുത്തെ GFR കുറയുന്നതിനോട് കൂടി GFR കുറയുമ്പോൾ എന്താ? മൊത്തത്തിൽ എല്ലാം കുറഞ്ഞു. അപ്പോൾ സോഡിയത്തിന്റെ എക്സ്ക്രീഷൻ കുറഞ്ഞു. സോഡിയം ബോഡിയിൽ റിട്ടൻഷൻ, സോഡിയത്തിന്റെ വാട്ടറിന്റെ റിട്ടൻഷൻ ഉണ്ടായി. അത് എഡിമയിലേക്ക് ലീഡ് ചെയ്യുന്നു. ഇനി അടുത്തത് പറഞ്ഞത് എക്സ്ട്രാ റീനൽ മെക്കാനിസം. എക്സ്ട്രാ റീനൽ മെക്കാനിസത്തിൽ ഇതേപോലെ തന്നെ ഹൈപ്പോളീമിയ ഉണ്ടാകുമ്പോഴത്തേക്കും അവിടെ എന്ത് പറ്റി? അപ്പൊ റീനൽ ഇഷീമിയ ഉണ്ടായി. റീനൽ ഇഷീമിയ ഉണ്ടായപ്പോ നമ്മുടെ റീനൽ ട്യൂബ്യൂൾസ്, അതായത് റീനൽ ഇഷീമിയ ഉണ്ടായപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ GFR ഒക്കെ കുറഞ്ഞ അങ്ങനത്തെ പരിപാടിയൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ എന്ത് പറ്റി? റീനൽ ട്യൂബ്യൂളിന്റെ അകത്തുള്ള സോഡിയത്തിന്റെ കണ്ടന്റ് കുറഞ്ഞു. അപ്പം എന്ത് പറ്റി? ആൻജിയോടെൻസിൻ ആക്ടിവേറ്റഡ് ആയി. അപ്പൊ എന്ത് പറ്റി? ആൻജിയോടെൻസിനോജൻ ഉണ്ട്. ആൻജിയോടെൻസിനോജനെ അപ്പൊ റെനിൻ ആൻജിയോടെൻസിൻ ആ മെക്കാനിസം ആക്ടിവേറ്റഡ് ആയി. അപ്പൊ ഈ ആൻജിയോടെൻസിനോജനെ റെനിൻ പോയിട്ട് ആൻജിയോടെൻസിൻ 1 ആക്കും. ഈ ആൻജിയോടെൻസിൻ 1നെ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ആൻജിയോടെൻസിൻ 2 ആക്കും. ഈ ആൻജിയോടെൻസിൻ 2 എന്ത് പറ്റും? ലങ്സിലും കിഡ്നിയിലാണല്ലോ ആക്ട് ചെയ്യുക. അവന്മാർ പോയിട്ട് ആൽഡോസ്റ്റിറോൺ റിലീസ് ചെയ്യും. ഈ ആൽഡോസ്റ്റിറോൺ റിലീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? സോഡിയത്തിന്റെ വാട്ടറിന്റെ റിട്ടൻഷൻ, വീണ്ടും സോഡിയം വാട്ടർ റിട്ടൻഷൻ ആയി, എഡിമ ഉണ്ടായി. ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? അപ്പൊ ഒന്നുകൂടെ പറയാം. വീണ്ടും ഇവിടെ ഹൈപ്പോളീമിയ തന്നെയാണ്. അപ്പൊ എന്ത് പറ്റി? റീനൽ ഇഷീമിയ ഉണ്ടായി. ഇഷീമിയ ഉണ്ടപ്പോ GFR ഒക്കെ കുറഞ്ഞു. GFR ഒക്കെ കുറഞ്ഞപ്പോ സോഡിയത്തിന്റെ എക്സ്ക്രീഷൻ ഒക്കെ കുറഞ്ഞു. അപ്പൊ എക്സ്ക്രീഷൻ കുറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവന്മാരെ ഫിൽട്ടർ ചെയ്ത്, അതായത് ട്യൂബ്യൂൾസിലേക്ക് എത്തുന്നില്ല. അപ്പൊ ട്യൂബ്യൂൾസിലേക്ക് എത്താത്തപ്പോ ട്യൂബ്യൂൾസിലെ അളവ് കുറഞ്ഞു. അപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്ററോൺ മെക്കാനിസം ആക്ടിവേറ്റഡ് ആവും. അപ്പൊ അതെന്ത് പറ്റി? റെനിൻ ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കി, 1നെ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം 2 ആക്കി. അപ്പൊ എന്ത് പറ്റി? അത് പോയിട്ട് ആൽഡോസ്റ്ററോൺ ആക്ടിവേറ്റ് ചെയ്തു. ആൽഡോസ്റ്ററോൺ സോഡിയം ആൻഡ് വാട്ടർ റിട്ടൻഷൻ കോസ് ചെയ്തു. ഇനി ADH മെക്കാനിസം.
അപ്പൊ ഹൈപ്പോളീമിയ ഉണ്ടാവുമ്പോ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ADH ആന്റി ഡയൂററ്റിക് ഹോർമോണിന്റെ അളവ് കൂടി. അപ്പൊ ADH ലെവൽസ് കൂടുമ്പോൾ എന്ത് പറ്റും? വാട്ടറിന്റെ റിട്ടൻഷൻ കൂടും. വാട്ടർ റിട്ടൻഷൻ കൂടുമ്പോൾ വീണ്ടും ഇഷ്ടംപോലെ വെള്ളം കൂടി അങ്ങനെ വീണ്ടും എഡിമയായി. ഓക്കെ അല്ലേ? 3 മെക്കാനിസം: ഇൻട്രിൻസിക്, റീനൽ മെക്കാനിസം, എക്സ്ട്രാ റീനൽ ഹോർമോണൽ മെക്കാനിസം ആൻഡ് ADH മെക്കാനിസം. ഈ 3 മെക്കാനിസം ഈ പടം വരച്ച് വെച്ചാൽ തന്നെ ധാരാളമാണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇനി ഇങ്ങനെ ഉണ്ടാവുന്ന എഡിമ, ഈ സോഡിയം ആൻഡ് വാട്ടർ റിട്ടൻഷൻ കൊണ്ടുണ്ടാവുന്ന ഈ മെക്കാനിസം വഴി ഉണ്ടാവുന്ന എഡിമയുടെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാർഡിയാക് ഡിസീസ്, അതായത് കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയർ, പിന്നെ അതേപോലെ ലിവറിലെ സിറോസിസ്, അതേപോലെ റീനൽ ഡിസീസസ്, നെഫ്രൈറ്റിക്, നെഫ്രോട്ടിക് സിൻഡ്രങ്ങളൊക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്പ് ഓഫ് എഡിമയൊക്കെയാണ്. ഹലോ, കേൾക്കണില്ലേ? അപ്പൊ ഇനി നമുക്ക് ടൈപ്സ് ഓഫ് എഡിമയില് ഇനി എന്നാ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇത് തീർന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. ഇത് കഴിഞ്ഞിട്ട് മതിയോ? കുറച്ചുകൂടി എടുത്തോ? അതാ, ഇത് കഴിഞ്ഞിട്ട് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. മീറ്റിംഗ് എൻഡ് ആവുമ്പോ നമുക്ക് വീണ്ടും തുടങ്ങാം. അതുവരെ നിൽക്കാം. ഓക്കെ. അപ്പം ഫസ്റ്റ് റീനൽ എഡിമ. റീനൽ എഡിമ കിഡ്നിയുടെ പ്രശ്നം കൊണ്ടുണ്ടാവുന്ന എഡിമാസ് ആണ് റീനൽ എഡിമയ്ക്കകത്ത് വരിക. അപ്പൊ ഇനി നമുക്ക് നോക്കുമ്പോ ഒരു മിനിറ്റ്. ഹലോ ഹലോ പറ. അത് പൂച്ച വന്നിട്ട് ശല്യപ്പെടുത്തുന്നത്, അതാണ് ഞാൻ പെട്ടെന്ന് സൗണ്ട് ഓഫ് ചെയ്തു. അപ്പൊ റീനൽ എഡിമ. അപ്പൊ നെഫ്രോട്ടിക് സിൻഡ്രത്തും ആദ്യം നമുക്ക് പറയാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് റീനൽ എഡിമ, റീനൽ റീജിയനിൽ ഒക്കറിയുന്ന എഡിമാസ് ആണ് റീനൽ എഡിമ. അപ്പൊ അത് എന്തിനൊക്കെ ഉണ്ടാവും? നെഫ്രോട്ടിക് സിൻഡ്രത്തിൽ ഉണ്ടാവും, നെഫ്രൈറ്റിക് സിൻഡ്രത്തിൽ ഉണ്ടാവും, റീനൽ ഫെയിലിയർ ഉണ്ടാവും. ഇനി നമ്മൾ ഫസ്റ്റ് പറയാൻ പോണത് എഡിമ ഇൻ നെഫ്രോട്ടിക് സിൻഡ്രോം. അപ്പം പേഴ്സിസ്റ്റന്റ് ആൻഡ് ഹെവി പ്രോട്ടീൻയൂറിയ ഉള്ള ഒരു കണ്ടീഷനാണ് നമ്മള്. അപ്പൊ നെഫ്രോട്ടിക് സിൻഡ്രത്തിൽ എന്താ സംഭവിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേഴ്സിസ്റ്റന്റ് ആയിട്ട് ഹെവി പ്രോട്ടീൻ യൂറിയ ഉണ്ടാവും. അപ്പൊ ഇഷ്ടംപോലെ പ്രോട്ടീൻ യൂറിനിൽ കൂടെ നമുക്ക് നഷ്ടമാവാണ്. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനിൽ ഹൈപ്പോ ആൽബുമിനീമിയ കോസ് ചെയ്യും. ഹൈപ്പോ ആൽബുമിനീമിയ നമ്മൾ നേരത്തെ പറഞ്ഞു, അവിടെ എന്താണ്? പ്ലാസ്മ ഓങ്കോട്ടിക് പ്രഷർ കുറഞ്ഞു. ആ പ്ലാസ്മ ഓങ്കോട്ടിക് പ്രഷർ കുറഞ്ഞത് കൊണ്ട് എന്ത് പറ്റി? ഫ്ലൂയിഡ് പ്ലാസ്മയിൽ നിന്നും നൈസായിട്ട് ഇൻഡസ്ട്രീഷ്യത്തിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന എഡിമ എന്ത് തരം എഡിമയാണ്? ജനറലൈസ്ഡ് എഡിമയാണ്. സോ നെഫ്രോട്ടിക് സിൻഡ്രത്തില് പെർസിസ്റ്റന്റ് പ്രോട്ടീൻ ലോസ് ഉണ്ട്. ആ പ്രോട്ടീൻ ലോസ് ആയതുകൊണ്ട് പ്ലാസ്മ ഓങ്കോട്ടിക് പ്രഷർ കുറഞ്ഞു. ആ ഓങ്കോട്ടിക് പ്രഷർ കുറഞ്ഞതുകൊണ്ട് എഡിമ ഉണ്ടായി. സോ ടൈപ്പ് ഓഫ് എഡിമ എന്ന് പറയുന്നത് ഇവിടെ ജനറലൈസ്ഡ് എഡിമയാണ്. അപ്പൊ ഹൈപ്പോ ആൽബുമിനീമിയ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെനിൻ, അപ്പൊ പ്ലാസ്മ വോളിയം ആക്ടിവേറ്റിംഗ് റെനിൻ, ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്റിറോൺ മെക്കാനിസത്തിനെയൊക്കെ കുറയ്ക്കും. അതുവഴി സോഡിയം ഒക്കെ ഉണ്ടാക്കും. അപ്പൊ അതുവഴി എന്ത് പറ്റും? സോഡിയത്തിന്റെയും വാട്ടറിന്റെയും റിട്ടൻഷൻ ഉണ്ടാവും. അങ്ങനെ ഇത് മൊത്തം ആൽബുമിനീരിയ ഒക്കെ കണ്ടിന്യൂ. അപ്പൊ ഇത് അത്ര ഇമ്പോർട്ടന്റ്, ഇത് സീനൊന്നുമില്ല ഈ സാധനം. എനിക്ക് കാര്യമായിട്ട് ഒരു ഐഡിയ ഇല്ല ഇവരെന്താ ഉദ്ദേശിച്ചത്. ഓക്കെ.
അതായത് ഇവര് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ ആൽബുമിനീമിയ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനിൽ നമ്മുടെ പ്ലാസ്മ വോളിയം കുറയും. അപ്പൊ റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്ററോൺ മെക്കാനിസം ആക്ടിവേറ്റഡ് ആവും. അതുവഴി സോഡിയവും വാട്ടറും റിട്ടൻഷൻ നടക്കും. അപ്പോ ആൽബുമിനൂറിയ കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം കാലം ഈ ഒരു സിസ്റ്റം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ, മനസ്സിലായോ? ഹലോ, അപ്പൊ ഒന്നുകൂടെ പറയാം. അതായത് നമ്മുടെ നെഫ്രോട്ടിക് സിൻഡ്രത്തില് പെർസിസ്റ്റന്റ് ആയിട്ട് പ്രോട്ടീൻ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറ്റും? നമ്മുടെ പ്ലാസ്മ ഓങ്കോട്ടിക് പ്രഷർ കുറഞ്ഞു. അതാണ് നമുക്ക് എഡിമയ്ക്ക് കാരണം. ഇനി വേറൊരു റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ നമ്മൾ ഈ ഹൈപ്പർ ആൽബുമിനീമിയ ഉണ്ടാകുന്നത് പോലെ തന്നെ അതിൽ കൂടെ തന്നെ നമ്മുടെ പ്ലാസ്മയുടെ വോളിയമും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വോളിയം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ മെക്കാനിസം ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഈ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ സോഡിയത്തിന്റെ വാട്ടറിന്റെ റിട്ടൻഷൻ നടക്കണം. അത് വീണ്ടും എഡിമയിലേക്ക് ലീഡ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് നെഫ്രോട്ടിക് എഡിമയുടെ കാരണങ്ങൾ. മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മള് പത്തോജൻസിസിൽ പറഞ്ഞ 2 റീസൺസ്. അതായത് എല്ലാ ടൈപ്പ് ഓഫ് എഡിമ വന്ന് നേരത്തെ പറഞ്ഞ പത്തോജൻസിസ് എങ്ങനെ എഡിമ ഉണ്ടാവുന്നു. ഇനി നമ്മളിപ്പോ പറയുന്നത് ടൈപ്പ് ഓഫ് എഡിമ, അതായത് ഓരോ ഓർഗനിൽ കാണുന്ന എഡിമനെ നമ്മൾ പല പേരിട്ട് വിളിക്കുന്നേ ഉള്ളൂ. ആ മെക്കാനിസം വഴിയൊക്കെ തന്നെ അതിനകത്ത് ഏതെങ്കിലും ഒരു മെക്കാനിസം എന്തായാലും ഇവർ ഫോളോ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ചിലപ്പോ പത്തോജനസിസ് ഓഫ് എഡിമ എന്ന് മാത്രം ഒരു 3 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് എഡിമ എന്ന് മാത്രം ഒരു 3 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ ഇപ്പോ ട്രാൻസ്ഡേറ്റ് എക്സ്ഡേറ്റ് എന്ന് മാത്രം വേണേൽ 2 മാർക്ക് ചോദിക്കാം. ഇനി ഇതിനെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒറ്റ ഒരു ക്വസ്റ്റ്യൻ 8 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാം. അത് ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ, എഡിമ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കേസ് സിനാരിയോ പറയാ, എന്നിട്ട് അങ്ങോട്ട് പറഞ്ഞോളാൻ പറയാം. അപ്പൊ റീനൽ എഡിമന്റെ പത്തോജനസിസ് ഒന്നെങ്കിൽ ഡിക്രീസ് ഓങ്കോട്ടിക് പ്രഷറും പിന്നെ സോഡിയം ആൻഡ് വാട്ടർ റിട്ടൻഷനും. അതാണ് രണ്ടും ഉണ്ട്. ഓക്കെ, ഇനി നമ്മള് ഗ്രോസ് ആയിട്ട് എന്താ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കിഡ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്